Hello friends, welcome to Cybersea. In this video, we will be talking about the anatomy of cockroach. To begin with, the digestive system. The digestive system of cockroach is represented by an alimentary canal present in the body cavity, which is further divided into foregut, midgut, and hindgut. Okay? Foregut നോക്കാന്നുണ്ടെങ്കിൽ externally mouth കാണാൻ പറ്റും. Mouth leads to a short tubular pharynx, which further leads to a narrow tubular esophagus. Esophagus കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റുന്നത് a sac-like structure called crop, which leads to a funnel-shaped gizzard. Externally mouth, short tubular pharynx, narrow ആയിട്ടുള്ള esophagus, sac-like structureൻ്റെ പേരാണ് crop. Sac-like structure crop, funnel-shaped structure gizzard. ക്രോപ്പിൻ്റെയും ഗിസാർഡിൻ്റെയും ഫങ്ഷൻ എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രോപ്പ് ഇസ് ഫോർ സ്റ്റോറിങ് ഫുഡ്, ഗിസാർഡ് ഇസ് ഫോർ ഗ്രൈൻഡിങ് ഫുഡ്. സ്റ്റോർ ചെയ്യുന്നത് ക്രോപ്പ്, ഗിസാർഡ് ഗ്രൈൻഡ് ചെയ്യും. ദ എൻറ്റയർ ഫോഗട്ട് ഇസ് ലൈൻഡ് ബൈ ക്യൂട്ടിക്കിൾ. ഫാരിൻസ് തൊട്ട് ഗിസാർഡ് വരെ മൊത്തം ക്യൂട്ടിക്കിൾ ലൈൻ ചെയ്യുന്നുണ്ടാവും. ഫോഗട്ടിൻ്റെയും നെക്സ്റ്റ് പാർട്ടാണ് മിഡ്ഗട്ട്. ഈ ഫോർഗട്ടിൻ്റെയും മിഡ്ഗട്ടിലെയും ഇടയിൽ ജംഗ്ഷനിൽ നമുക്ക് റിംഗ് ഓഫ് 6 to 8 ബ്ലൈൻഡ് ട്യൂബ്യൂൾസ് കാണാൻ പറ്റും. ദേ ആർ നോൺ ആസ് ഹെപ്പാറ്റിക് ഓർ ഗ്യാസ്ട്രിക് സി കെ. സി കെയുടെ ഫങ്ഷൻ എന്ന് വെച്ചാൽ സെക്രീറ്റ് ഡൈജസ്റ്റീവ് ജ്യൂസ്. അലമെൻ്ററി കനാലിൻ്റെ ഉള്ളിലേക്ക് ഡൈജസ്റ്റീവ് ജ്യൂസ് സെക്രീറ്റ് ചെയ്യലാണ് ഹെപ്പാറ്റിക് സി കെയുടെ ജോലി. ദേ ആർ ബ്ലൈൻഡ് ട്യൂബ്യൂൾസ് 6 to 8 in number. ഗിസാർഡിൻ്റെ ഡ്യൂട്ടി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗ്രൈൻഡിങ് ഫുഡ് ഗ്രൈൻഡ് ചെയ്യുക. ഗിസാർഡിൻ്റെ ഒരു ട്രാൻസ്വേഴ്സ് സെക്ഷനാണ് അവിടെ കൊടുത്തേക്കുന്നത്. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഔട്ടർ ലെയർ ഓഫ് തിക്ക് സർക്കുലർ മസിൽസ്. വി ക്യാൻ സീ എൻ ഔട്ടർ ലെയർ ഓഫ് തിക്ക് സർക്കുലർ മസിൽസ് ആൻഡ് എൻ ഇന്നർ തിക്ക് ക്യൂട്ടിക്കിൾ ഫോംസ് 6 chitinous plates കോൾഡ് ടീത്ത്. ഈ ടീത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഗിസാർഡ് എന്ത് ചെയ്യുന്നത്, ഫുഡ് ഗ്രൈൻഡ് ചെയ്യുന്നത്. സോ യെസ്, ഫോഗട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് മിഡ്ഗട്ട്, മിസെൻറ്ററോൺ ഓർ മിഡ്ഗട്ട്. ഫോഗട്ടിൻ്റെ മിഡ്ഗട്ടിൻ്റെ ഇടയിൽ ഹെപ്പാറ്റിക് സി കെ ഉണ്ടെന്ന് പറഞ്ഞു. നെക്സ്റ്റ് മിഡ്ഗട്ട് കഴിഞ്ഞാൽ ഹൈൻഗട്ട്. ഹൈൻഗട്ടിൻ്റെ ജംഗ്ഷനിൽ നമുക്ക് ഡയഗ്രത്തിൽ കാണാൻ പറ്റും മാൽപീജിയൻ ട്യൂബ്യൂൾസ്. അറ്റ് ദ ജംഗ്ഷൻ ഓഫ് മിഡ്ഗട്ട് ആൻഡ് ഹൈൻഗട്ട് എ റിംഗ് ഓഫ് 100 to 150 thin filaments, 100 തൊട്ട് 150 thin filaments. ദേ ആർ മാൽപീജിയൻ ട്യൂബ്യൂൾസ്. യെല്ലോ ഇൻ കളർ. ഫങ്ഷൻ എന്ന് വെച്ചാൽ remove excretory products from hemolymph. Okay, Malpighian tubules are yellow in color. They remove excretory products from hemolymph. Hindgut is broader than midgut. Midgut-നെ കമ്പയർ ചെയ്യുമ്പോൾ hindgut ഇത്രയും കൂടി ബ്രോഡർ ആയിരിക്കും. They are further differentiated into ileum, colon and rectum. Rectum opens out through anus. So that's all about midgut and hindgut. ഡൈജസ്റ്റീവ് സിസ്റ്റം അവിടെ കഴിഞ്ഞു. നെക്സ്റ്റ് സർക്കുലേറ്ററി സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോക്രോച്ചിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റം is an open circulatory system. Is an open type of circulatory system with no well-developed blood vessels. Well-developed blood vessels ഉണ്ടാവില്ല. പകരം ഹാർട്ടും ഹീമോലിംഫും. ഇതാണ് സർക്കുലേറ്ററി സിസ്റ്റത്തിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഹാർട്ടും ഹീമോലിംഫും. ഹീമോലിംഫ് ഇസ് എ കളർലെസ് ഫ്ലൂയിഡ് മെയ്ഡ് അപ്പ് ഓഫ് കളർലെസ് പ്ലാസ്മ പ്ലസ് ഹീമോസൈറ്റ്സ്. കോക്രോച്ചിലെ വിസറൽ ഓർഗൻസ് എങ്ങനെയാണ് കാണാമെന്ന് വെച്ചാൽ ഓപ്പൺ സ്പേസിൽ ഫ്രീ ആയിട്ട്, ആ ഓപ്പൺ സ്പേസിൽ നമ്മൾ ഹീമോസീൽ എന്ന് പറയും. കാരണം ദ സീൽ ഓർ ദ കാവിറ്റി ഈസ് ഫിൽഡ് വിത്ത് ഹീമോലിംഫ്. ഹീമോലിംഫാൽ ചുറ്റപ്പെട്ടായിരിക്കും വിസറൽ ഓർഗൻസ് ഈ കാവിറ്റിയിൽ കാണാൻ പറ്റുന്നത്. ഈ ബോഡി ക്യാവിറ്റീനെ മൂന്നായിട്ട് തിരിക്കാം. ഡോസൽ പെരികാർഡിയൽ സൈനസ്, മിഡിലിൽ പെരി വിസറൽ സൈനസ്, വെൻട്രലിൽ പെരി ന്യൂറൽ സൈനസ്. ഹാർട്ട് കാണുന്നത് പെരികാർഡിയൽ സൈനസിലായിരിക്കും. ഹാർട്ട് ഇസ് എൻ ഇലോങ്ങേറ്റഡ് ട്യൂബുലാർ സ്ട്രക്ചർ. ഇലോങ്ങേറ്റഡ് ട്യൂബുലാർ സ്ട്രക്ചർ വിത്ത് 13 chambers. 3 തൊറാസിക് റീജിയനിലും 10 അബ്ഡമനിലും. ഈ 13 chambers ഉള്ള ഈ ഹാർട്ട്, ഈ ഡയഗ്രത്തിൽ നമുക്ക് ആ റെഡായിട്ട് കാണുന്നതാണ് ഹാർട്ട്. ഈ ഹാർട്ടിൻ്റെ 13 chambersൻ്റെ ലാറ്ററലി അലറി മസിൽസ് കാണാൻ പറ്റും. ഈ ലെഫ്റ്റിലുള്ള ഡയഗ്രത്തിൽ നമുക്ക് കാണാൻ പറ്റും അലറി മസിൽസ് ലാറ്ററലി. സോ യെസ്, അലറി മസിൽസ് ഉണ്ട്. അലറി മസിൽസ് 12 പെയേഴ്സാണുള്ളത്. ഏറ്റവും ലാസ്റ്റത്തെ ചേമ്പറിൽ അലറി മസിൽസ് ഇല്ല.
ഡയഗ്രത്തിൽ നമുക്ക് കാണാം ഫസ്റ്റ് 12 പെയേഴ്സിൽ മാത്രമേ അലറി മസിൽസ് ഉണ്ടാവുള്ളൂ. 13 ചേമ്പറിലും ഓസ്റ്റിയ ഉണ്ട്. 2 സൈഡിലേക്കായിട്ട് ഓപ്പണിംഗ് ഉണ്ട്. ഓരോ ചേമ്പറിൻ്റെയും ഏതോ സൈഡിൽ ഓപ്പണിംഗ് ഉണ്ട്. ദോസ് ഓപ്പണിങ്സ് ആർ നെയിംഡ് ആസ് ഓസ്റ്റിയ. Okay. Heart is an elongated tubular structure located in the pericardial sinus with 13 chambers mid-dorsally. Mid-dorsally ആണ് location with 3 thoracic chambers and 10 abdominal chambers. Ostia are present on either side of the chambers and there will be 12 pairs of alveolar muscles. In this diagram, ആ റെഡ് കളർ ഹാർട്ടിൻ്റെ ലാറ്ററൽ സൈഡിൽ alveolar muscles ഉണ്ട്. ബ്ലൂ കളറായിട്ട് കൊടുത്തേക്കുന്നതാണ് ഡയഫ്രം. കോക്രോച്ചിൻ്റെ ബോഡിയിൽ 2 മെയിൻ ഡയഫ്രാണ് ഉള്ളത്. ആ പെരികാർഡിയൽ ഡയഫ്രത്തിന് തൊട്ട് മുകളിലുള്ള സൈനസാണ് പെരികാർഡിയൽ സൈനസ്. 2 ഡയഫ്രത്തിൻ്റെയും ഇടയിലുള്ള ആ സൈനസാണ് വിസറൽ സൈനസ്. അവിടെയാണ് വിസറൽ ഓർഗൻസ് ഉണ്ടാവുക. വെൻട്രലി കാണുന്ന സൈനസാണ് ന്യൂറൽ സൈനസ്. അവിടെയാണ് നെർവ് കോഡ് ഉണ്ടാവുക. സോ ഈ വിസറൽ സൈനസും ന്യൂറൽ സൈനസും ഒക്കെ ബ്ലഡാൽ ഹീമോലിംഫാൽ ഫില്ല് ചെയ്ത് നിറഞ്ഞിരിക്കുകയായിരിക്കും. ഈ അലറി മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ പെരികാർഡിയൽ ഡയഫ്രം സ്ട്രക്ചർ ചെയ്യും. അപ്പോൾ വിസറൽ സൈനസിൽ നിന്ന് ഹീമോലിംഫ് ഈ ഡയഫ്രത്തിലെ പോസിക്കൂടെ പെരികാർഡിയൽ സൈനസിലേക്ക് വരും. അത് കഴിഞ്ഞ് ഈ അലറി മസിൽസ് റിലാക്സ് ചെയ്യുമ്പോൾ ഈ പെരികാർഡിയൽ സൈനസിലെത്തി നിൽക്കണ ഈ ഹീമോലിംഫ് ഓസ്റ്റിയ വഴി ചേമ്പേഴ്സിൻ്റെ ഉള്ളിലേക്ക് ഹാർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറും. ഹാർട്ട് ബ്ലഡിനെ പമ്പ് ചെയ്യുന്നത് ആക്ച്വലി ഹെഡ് സൈനസിലേക്ക്, ആൻറ്റീരിയർ അയോട്ട വഴി ഹെഡ് സൈനസിലേക്കാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുക. ലെഫ്റ്റിലത്തെ ഡയഗ്രത്തിൽ കാണാം ആൻറ്റീരിയർ അയോട്ട. സോ ആൻറ്റീരിയർ അയോട്ട ക്യാരി ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ടു ദ ഹെഡ് സൈനസ്. ഹെഡ് സൈനസിൽ നിന്ന് അത് ന്യൂറൽ ക്യാവിറ്റിയിലേക്ക് വരുന്നു. ന്യൂറൽ ക്യാവിറ്റിയിൽ നിന്ന് വിസറൽ ക്യാവിറ്റിയിലേക്ക് പോകണു. അവിടെ നിന്ന് വീണ്ടും പെരികാർഡിയൽ ക്യാവിറ്റി. നേരത്തെ ആ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നു. പെരികാർഡിയലിൽ നിന്ന് ഓസ്റ്റിയ വഴി ഹാർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. ഹാർട്ട് വീണ്ടും അത് ഹെഡ് സൈനസിലേക്ക് അയോർട്ട വഴി ബ്ലഡിനെ കടത്തിവിടുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് ദ ഹോൾ സർക്കുലേറ്ററി സിസ്റ്റം. സോ ഹാർട്ടിന് 13 ചേമ്പേഴ്സ് ഉണ്ട്, 12 പെയർസ് ഓഫ് അലറി മസിൽസ് ഉണ്ട്, ഓസ്റ്റിയ ഉണ്ട്. ഹാർട്ട് അല്ലാതെ ഹീമോലിംഫാണ്, വേറെ ബ്ലഡ് വെസൽസ് ഒന്നുമില്ല. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ സർക്കുലേറ്ററി സിസ്റ്റം ഓഫ് കോക്രോച്ച്. Now the respiratory system. This is represented by a network of trachea. ട്രക്കിയയുടെ ഒരു നെറ്റ്വർക്കാണ് റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. കോക്രോച്ചിൻ്റെ ലാറ്ററലി 2 സൈഡിലും എക്സ്റ്റേർണലി ഓപ്പണിങ്സ് ഉണ്ട്, സ്പൈറക്കിൾസ്. ഓപ്പണിങ്സ് ഓൺ ദ ലാറ്ററൽ സൈഡ് ഓഫ് ദ ബോഡി 10 പെയേഴ്സ് ആയിരിക്കും ഉണ്ടാവുക, മൊത്തത്തിൽ 20 എണ്ണം. They are guarded by bristles externally. Externally hair-like structures, bristles കാണാൻ പറ്റും പുറത്തുനിന്ന്. Regulated by sphincters. Sphincters എന്ന് പറഞ്ഞ സർക്കുലർ മസിൽസ് ആണ് സ്പൈറക്കിൾസ് ഓപ്പൺ ആവണോ ക്ലോസ് ആവണോ എന്ന് തീരുമാനിക്കുന്നത്. സ്പൈറക്കിൾസ് ലീഡ് ചെയ്യുന്നത് എലാസ്റ്റിക് ആയിട്ടുള്ള തിൻ ബ്രാഞ്ചിങ് ട്യൂബ്സ് ആയിട്ടുള്ള ട്രക്കിയിലേക്കാണ്. ട്രക്കിയാണ് എയർ ക്യാരി ചെയ്യുന്നത്, ഓക്സിജൻ ക്യാരി ചെയ്യുന്നത്. ട്രക്കിയ ഫർദർ സബ് ഡിവൈഡ് ചെയ്തിട്ട് ട്രക്കിയോൾസ് ഉണ്ടാവുന്നു. ട്രക്കിയോൾസ് ഇതുപോലെ എയർ ക്യാരി ചെയ്യുന്നു. ട്രക്കിയോൾസിൻ്റെ വേറൊരു മെയിൻ ഫങ്ഷൻ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ബൈ ഡിഫ്യൂഷൻ. ട്രക്കിയോൾസിൽ നിന്നാണ് ടിഷ്യൂലേക്ക് ഗ്യാസസ് ഡിഫ്യൂഷൻ വഴി എക്സ്ചേഞ്ച് ചെയ്യുന്നത്. സോ വെരി സിമ്പിൾ. ഇറ്റ് ബിഗിൻസ് വിത്ത് ദ സ്പൈറക്കിൾസ് എക്സ്റ്റേർണലി, ദെൻ ട്രക്കിയ, ഫൈനലി ട്രക്കിയോൾസ്. മൂവിങ് ഓൺ ടു ദ എക്സ്ക്രീറ്ററി സിസ്റ്റം. നമ്മൾ എലമെൻ്ററി കനാലിനെ പറഞ്ഞപ്പോൾ മാൽപീജിയൻ ട്യൂപ്പിൾസിനെ കുറിച്ച് പറഞ്ഞു. ദേ ആർ ലൊക്കേറ്റഡ് അറ്റ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ദ മിഡ്ഗട്ട് ആൻഡ് ദ ഹൈൻഗട്ട്. ദേ ആർ ലൈൻഡ് ബൈ ഗ്ലാൻഡുലാർ ആൻഡ് സീലീഡഡ് സെൽസ്. ദേ അബ്സോർബ് നൈട്രോജനസ് വേസ്റ്റ് പ്രൊഡക്ട്സ് ഫ്രം ഹീമോലിംഫ്. ഹീമോലിംഫിൽ ചുറ്റപ്പെട്ടിരിക്കുകയായിരിക്കും. സോ ഹീമോലിംഫിൽ നിന്ന് നൈട്രോജനസ് വേസ്റ്റസിനെ അബ്സോർബ് ചെയ്തിട്ട് യൂറിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് ഹൈൻഗട്ടിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയും. സോ യൂറിക് ആസിഡിൻ്റെ രൂപത്തിലാണ് നൈട്രോജനസ് വേസ്റ്റസ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. സോ കോക്രോച്ചസ് ആർ യൂറിക്കോട്ടെലിക്. വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. വേറെ എക്സ്ക്രീഷന് സഹായിക്കുന്ന വേറെ സ്ട്രക്ചേഴ്സാണ് ദ ഫാറ്റ് ബോഡി, നെഫ്രോസൈറ്റ്സ് ആൻഡ് യൂറിക്കോസ് ഗ്ലാൻസ് ഓൾസോ എയ്ഡ്സ് ഇൻ എക്സ്ക്രീഷൻ. Now the nervous system
represented by a series of fused segmentally arranged ganglia. കുറേ സെഗ്മെൻ്റലി അറേഞ്ച്ഡ് ഗാംഗ്ലിയയുടെ ഒരു സീരീസ് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ ഗാംഗ്ലിയനെ ജോയിൻ ചെയ്തിട്ട് ഡയഗ്രത്തിൽ നമുക്ക് കാണാം പെയർഡ് ആയിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ കണക്റ്റീവ്സ് ഉണ്ട്. ഗാംഗ്ലിയനെ ജോയിൻ ചെയ്ത് ലോഞ്ചിറ്റ്യൂഡിനൽ കണക്റ്റീവ്സ് ഉണ്ട്. സോ ഈ ഹോൾ സ്ട്രക്ചർ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് വെൻട്രൽ സൈഡിലാണ്. തൊറാസിലും 3 ഗാംഗ്ലിയ, 3 അത്യാവശ്യം വലുതായിരിക്കും, ലാർജ് ആയിരിക്കും. അതിലത്തെ ഏറ്റവും ഫസ്റ്റ് ഗാംഗ്ലിയയുടെ പേര് ആൻറ്റീരിയർലി ഫസ്റ്റ് കാണുന്ന ഗാംഗ്ലിയാണ് സബ് ഈസോഫേജിയൽ ഗാംഗ്ലിയ. തൊറാക്സിലുള്ള 3 ഗാംഗ്ലിയയിലത്തെ ഫസ്റ്റാണ് സബ് ഈസോഫേജിയൽ ഗാംഗ്ലിയോൺ. അതല്ലാതെ 6 ഗാംഗ്ലിയ അബ്ഡമനിൽ കാണാൻ പറ്റും. 6 ചെറുതാണ്. അതിലെ ഏറ്റവും ലാസ്റ്റ് വൺ കമ്പാരറ്റീവ്ലി ലാർജർ ആയിരിക്കും. ഹെഡ് റീജിയനിൽ ഇതല്ലാതെ 3 ഗാംഗ്ലിയ ഫ്യൂസ് ചെയ്തിട്ട് സൂപ്ര ഈസോഫേജിയൽ ഗാംഗ്ലിയോൺ ഉണ്ടായിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബ്രെയിൻ. ബ്രെയിൻ തന്നെയാണ് സൂപ്ര ഈസോഫേജിയൽ ഗാംഗ്ലിയോൺ. ഇറ്റ് സപ്ലൈസ് നെർവ്സ് ടു ആൻറ്റീന ആൻഡ് ഐസ്. ഈ ബ്രെയിൻ സബ് ഈസോഫേജിയൽ ഗാംഗ്ലിയനോട് കണക്ട് ചെയ്യണ ആ ഒരു കണക്ഷൻ, അതാണ് എ പെയർ ഓഫ് ഈസോഫാഗസ് ഓർ ഈസോഫേജിയൽ കമ്മീഷ്യൂസ്. ഓക്കെ, സർക്കംഈസോഫാഗസ് കമ്മീഷ്യൂസ്. ഫൈൻ. സോ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, നെർവസ് സിസ്റ്റത്തിൻ്റെ മേജർ പോർഷൻ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ഹെഡിലല്ല. സോ കോക്രോച്ചസിൽ ആക്ച്വലി ഹെഡ് പോയാലും ഇഫ് ദ ഹെഡ് ഇസ് കട്ട് ഓഫ് ദേ ക്യാൻ സ്റ്റിൽ ലിവ് ഫോർ ആസ് ലോങ് ആസ് 1 week. Now about the sense organs. The major sense organs in cockroach, they are antennae, compound eyes, maxillary pulps, labial pulps, anal cerci, etc. The compound eyes are located dorsally on the head. ഹെഡിലെ ഡോർസൽ ഭാഗത്ത് കോമ്പൗണ്ട് ഐസ് കാണാൻ പറ്റും. They consist of 2000 hexagonal ommatidia. Ommatidia helps to receive multiple images. This is known as mosaic vision. Mosaic visionൻ്റെ ഒരു ഫീച്ചർ എന്താണെന്ന് നോക്കിയാൽ മോർ സെൻസിറ്റിവിറ്റി ബട്ട് ലെസ് റെസൊല്യൂഷൻ. സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും. നമുക്ക് കാണുന്നേക്കാളും ലോ ലൈറ്റൊക്കെ കോക്രോച്ചസിന് കാണാൻ പറ്റായിരിക്കും, പക്ഷേ റെസൊല്യൂഷൻ കുറവായിരിക്കും. Being common during night, their vision is also known to be nocturnal vision. So that's all about the nervous system of cockroach. ഡയഗ്രത്തിൽ നമുക്ക് കാണാൻ പറ്റും മാക്സില്ല, ലേബിയം, മാൻഡിബിൾ. മാക്സിലേഡിയം ലേബിയത്തിൻ്റെ അവിടെ പാൽപ്സ് ഉണ്ട്. ദേ ആർ സെൻസറി ഇൻ ഫങ്ഷൻ. യെസ്, ദ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. സോ കോക്രോച്ചസ് ആർ ഡയേഷ്യസ്. ദേ ആർ യൂണിസെക്ഷൽ. ഫസ്റ്റ് ഓഫ് ഓൾ, വെൻ വി ലുക്ക് ഇൻ ടു ദ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, ദ മേജർ സ്ട്രക്ചർ എന്ന് പറയുന്നത് എ പെയർ ഓഫ് ടെസ്റ്റസ്. ലൊക്കേഷൻ 4th to 6th അബ്ഡമിനൽ സെഗ്മെൻറ്റ്സ്. 4 തൊട്ട് 6ാമത്തെ സെഗ്മെൻറ്റ് വരെ സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്നതായിരിക്കും ടെസ്റ്റസ്. 3 ലോബ്ഡ് സ്ട്രക്ചറാണ്. ലാറ്ററൽ സൈഡിൽ ഓരോന്ന് വീതം. ടെസ്റ്റസ് കഴിഞ്ഞാൽ വാസ് ഡിഫറൻസ് ആണ് കാണാൻ പറ്റുക. തിന്നായിട്ടുള്ള ട്യൂബുലർ സ്ട്രക്ചർ വാസ് ഡിഫറൻസ് വിച്ച് ലീഡ്സ് ടു ദ ഇജാക്കുലേറ്ററി ഡക്ട് ത്രൂ സെമിനൽ വെസിക്കിൾ. സെമിനൽ വെസിക്കിൾ വഴി ഇജാക്കുലേറ്ററി ഡക്റ്റിലേക്ക് ലീഡ് ചെയ്യുന്നു. സെമിനൽ വെസിക്കിളിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ സ്പേംസിൻ്റെ സ്റ്റോർ ചെയ്യുക. ദേ സ്റ്റോർ സ്പേംസ് വിച്ച് ആർ ലേറ്റർ ഗ്ലൂഡ് ടുഗെദർ ഇൻ ദ ഫോം ഓഫ് ബണ്ടിൽസ് നോൺ ആസ് സ്പെർമാറ്റോഫോഴ്സ്. ഈ സ്പെർമാറ്റോഫോഴ്സാണ് കോപ്പുലേഷൻ്റെ ടൈമിൽ ഡിസ്ചാർജ് ചെയ്യണത്. Sperms are discharged in the form of spermatophores. Okay. Now the ejaculatory duct is a muscular duct which leads into or opens into gonopore, which is located ventral to anus. ഇതാണ് മെയിൻ സ്ട്രക്ചേഴ്സ്. ഇതല്ലാണ്ട് അക്സസറി റിപ്രൊഡക്റ്റീവ് ഗ്ലാൻഡ് 2 ഗ്ലാൻസ് ഉണ്ട്. അക്സസറി റിപ്രൊഡക്റ്റീവ് ഗ്ലാൻസ്, ലോങ് ആയിട്ടുള്ള ഫാലിക് ഗ്ലാൻഡ്. ഫാലിക് ഗ്ലാൻഡ് ഇത്രയും ലോങ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ആയിരിക്കും. പിന്നെ മഷ്റൂം ഷേപ്ഡ് ഒരു ഗ്ലാൻഡ് ഉണ്ട്, മഷ്റൂം ഷേപ്ഡ് ഗ്ലാൻഡ്. So mushroom shaped gland is known as utricular gland. Location 6th to 7th abdominal segment. ഇതന്നെ പെരിഫറിയും സെൻട്രലായിട്ട് 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് യൂട്രിക്കുലർ ഗ്ലാൻഡ്. പെരിഫറലിൽ ലോങ് ആയിട്ടുള്ള സിലൻഡറായിട്ടുള്ള ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് യൂട്രിക്കുലൈ മേജർ കാണാൻ പറ്റും. യൂട്രിക്കുലൈ ബ്രെവിയോഴ്സ് ഷോർട്ടായിട്ടുള്ള സ്ട്രക്ചേഴ്സ് സെൻറ്ററിലും കാണാൻ പറ്റും. യൂട്രിക്കുലൈ ബ്രെവിയോസ് ആക്ച്വലി ന്യൂട്രീഷന് വേണ്ടിയിട്ടാണ്, സ്പേംസിൻ്റെ ന്യൂട്രീഷന് വേണ്ടിയിട്ടും. യൂട്രിക്കുലൈ മേജർ ആക്ച്വലി സ്പേംസിനെ ഒരുമിച്ച് ഗ്ലൂ ചെയ്യാൻ വേണ്ടിയിട്ടും. ദാറ്റ് ഈസ് ദ ഫങ്ഷൻ. എക്സ്റ്റേണൽ ജെനൈറ്റാലിയ ഇൻക്ലൂഡ്സ് chitinous asymmetrical structures around gonopore known as gonapophysis or phallomere. They are 3 in number. So that's all about the male reproductive system. A pair of testes, 4th to 6th abdominal segments,
Thin vas deferens, which leads to the ejaculatory duct through seminal vesicle. Ejaculatory duct opens into gonopore. Accessory reproductive glands include both utricular and phallic gland. External genitalia includes three gonapophyses or phallomeres. ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഡയഗ്രാം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡയഗ്രത്തിൽ ലേബൽ ചെയ്തേക്കണ എല്ലാം ഒരുവിധം നമുക്ക് അറിഞ്ഞിരിക്കണം. ടെസ്റ്റിസും ഫാലിക് ഗ്ലാൻഡും സ്മോൾ ട്യൂബ്യൂൾസ്, ലോങ് ട്യൂബ്യൂൾസ്, അത് മഷ്റൂം ഷേപ്ഡ് ഗ്ലാൻഡിൻ്റെ പാർട്സാണ് സ്മോൾ ട്യൂബ്യൂൾസും ലോങ് ട്യൂബ്യൂൾസും. നമ്മൾ പറഞ്ഞ യൂട്രിക്കുലായി, മെജോറി, അതുപോലെ തന്നെ ബ്രെവിയോഡ്സും. സെമിനൽ വെസിക്കിൾ, വാസ് ഡെഫറൻസ്, ഇജാക്കുലേറ്ററി ഡക്ട്, right phelomere, ventral phelomere, and left phelomere are the three external genitalia structures. Now, the anal circus is also being labeled. Caudal style, pseudopenis, titillator. So, all these structures aids in insemination actually. Now, about the female reproductive system. രണ്ട് large ovaries കാണാൻ പറ്റും. Two large ovaries laterally located സെക്കൻഡ് ടു സിക്സ്ത്, രണ്ടാമത്തെ തൊട്ട് ആറാമത്തെ അബ്ഡോമിനൽ സെഗ്മെൻറ്റ്സിൻ്റെ ഇടയിലാണ് ഓവറീസ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓരോ ഓവറിയിലും 8 ഒവേറിയൻ ട്യൂബ്യൂൾസ് അല്ലെങ്കിൽ ഒവേറിയോൾസ് കാണാൻ പറ്റും. ഓരോ ഒവേറിയോളിലും എ ചെയിൻ ഓഫ് ഡെവലപ്പിംഗ് എഗ് അല്ലെങ്കിൽ ഓവ കാണാൻ പറ്റും. സോ 2 large ovaries. പൊസിഷൻ നോക്കണം. ഈച്ച് ovary is made up of 8 ovarian tubules or ovarioles. Each ovariole contains a chain of developing ova. Oviducts from both ovaries joins to form a single median oviduct, also known as vagina, which opens into genital chamber. Then there is a pair of spermatheca located in the sixth segment, which also opens into the genital chamber. Ootheca actually stands for the capsules containing fertilized eggs. They are dark reddish to blackish brown in color. They are actually dropped or glued to surface, especially cracks or crevices where relative humidity is very high and there is very much chance for the availability of food. So it should be near any food source. Now when we look into the average production of ootheca, a female individual lays almost 9 to 10 ootheca at a time, with each containing 14 to 16 eggs. Next, in this diagram we can see 2 ovaries, 2 oviduct, a common oviduct or vagina, 2 collateral glands, one on each side. Collateral glands secrete ootheca. Then the genital chamber, vestibulum, which forms the genital pouch, is also labeled. Gonapophyses or phallomeres are labeled here. Spermatheca is to store sperms after copulation. Spermatheca is the place where the sperms are stored within the female reproductive system. So, okay, that's all about the female reproductive system. Now, the development of cockroach is porometabolism. Means there is the presence of a nymphal stage. 13 പ്രാവശ്യം മോൾട്ടിങ് നടത്തിയിട്ടാണ് നിംഫ് അഡൽട്ട് ആവുന്നത്. ഏറ്റവും ലാസ്റ്റിന് മുമ്പത്തെ നിംഫൽ സ്റ്റേജിൽ വിങ് പാഡ്സ് കാണാൻ പറ്റും. ബട്ട് ഓൺലി അഡൽട്ട്സ് ഹാവ് വിങ്സ്. So yes, the structural organization in cockroach is over. Please like, share, subscribe and support this channel. Thank you friends.